ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ സ്വപ്ന തീരത്തിൻ്റെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തീരദേശ ഗ്രാമമാണ് കരിമ്പറം ബീച്ച് ഇപ്പോൾ സ്വപ്നതീരം ആക്കിയിട്ടുണ്ട്. സ്വപ്നതീരത്ത് ഞാൻ കണ്ട കാഴ്ചകൾ ഞാനിവിടെ പങ്കുവെക്കുകയാണ് ഗായ്സ്. ഈ നാട്ടുകാരായ ചേട്ടന്മാര് സ്വപ്നതീരത്തിനെ കുറിച്ച് നമുക്ക് പറയണത് നമുക്ക് കേൾക്കാം. ഇത്രമാത്രം സൗകര്യങ്ങളുള്ളൊരു ബീച്ച് എന്നാണ് ഇപ്പോൾ കൈമ്പറം ബീച്ചാണ്. ജനങ്ങൾക്ക് വരാനും പോകാനും ബീച്ചിൽ കളിക്കാനും. അതുകൊണ്ട് ഞങ്ങൾ സ്വപ്നതീരം ഇതിന് പേരിട്ട് ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ 1000-ൽ പരം ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളെല്ലാം സഹായിച്ചാൽ ഈ കൈമ്പറം ബീച്ച് എന്ന സ്വപ്നതീരം എല്ലാവരും അറിയപ്പെടും. എല്ലാ ആൾക്കാരും ഇതുപോലെ ഒരുപാട് പേർക്ക് ഇവിടെ പങ്കെടുക്കാനും എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ജില്ലാ പഞ്ചായത്തും വലപ്പാട് പഞ്ചായത്തും ഒരുക്കിയിട്ടുണ്ട്. കുറേ വർക്കുകൾ ബാക്കിയുണ്ട്. കോവിഡ് ആയതുകൊണ്ട് അത് ഫിനിഷായിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ അടുത്ത് തന്നെ പണിയെല്ലാം പ്രോഗ്രസീവായി വരുന്നുണ്ട്. എല്ലാം അടുത്തന്നെ തുടങ്ങും. ഒരു വർഷത്തിനുള്ളിൽ കൈമ്പറം ബീച്ച് എന്നത് കേരളത്തിലെ നമ്പർ 1 ബീച്ചാക്കി തീർക്കും എന്നാണ് ഈ നാട്ടുകാരായി ഞങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികളാണ്. ഇതിനു വേണ്ടി എപ്പോഴും എന്തിനും രാത്രിയും പകലും ഓടി നടന്ന് ഞങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കും. തൃശ്ശൂരിൽ നിന്ന് 30 കിലോമീറ്റർ ഉണ്ടാവും സ്വപ്നതീരത്തേക്ക്. ഈ ചായക്കട നടത്തുന്ന കണ്ണൻ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. കഴിഞ്ഞ ദീപാവലിക്കാണ് ഈ ചേട്ടൻ കട തുടങ്ങിയത്. വലിയ കുഴപ്പമൊന്നുമില്ല. കച്ചവടം ഒക്കെ നല്ല പോലെ പൊടി പോലെ നടക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് സാധനങ്ങളാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഉച്ച നേരത്ത് കുറച്ച് സാധനങ്ങൾ ഇട്ട് വെക്കും. അപ്പോൾ ആൾക്കാരൊന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇട്ട് വെക്കുന്നതാണ്. പിന്നെ അത് ഫ്രഷായിട്ട് ചൂട്ടോടെ ലൈവായിട്ട് വറുത്ത് കൊടുക്കണം. ബജി സാധനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ചായ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. കടലിലൊരു കുളിയും കഴിഞ്ഞ് കണ്ണൻ ചേട്ടൻ്റെ ചൂടൻ പഴംപൊരി നമുക്ക് കഴിച്ചാലോ? ചേട്ടാ, മീൻമലനെ കുറിച്ച് പറയാമോ? വലകൾ പലതുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളത് വല എന്ന് പറഞ്ഞാലേ ഇപ്പം ഇത് അയിലൊക്കെ വെക്കണ വലയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചാളനെ പിടിക്കുന്ന ഒരു വലയുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ അയില ആവോലി അങ്ങനെ പല ഇത് നമ്മുടെ ഇല്ല. ഞങ്ങളുടെ വഞ്ചിമ്മലില്ല. മറ്റുള്ള വഞ്ചിമ്മലൊക്കെ ഉണ്ട്. ആവോലിക്ക് വെക്കണ വലയുണ്ട്, അയിലക്ക് വെക്കണ വലയുണ്ട്, ചാളനെ പിടിക്കണ വേറെ വലയുണ്ട്. അങ്ങനെ പല വലയുണ്ട്. ചാളയ്ക്ക് ഒരു വല, ആവോലിക്ക് വേറെ വല. വാവ്, എനിക്ക് പുതിയ വിവരം കിട്ടി ഗായ്സ്. ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെത്തി നടക്കായിരുന്നു. നല്ല വിശാലമായിട്ട് വാക്കിംഗ് സ്ഥലമാണ്. നമുക്ക് ഉച്ചകഴിഞ്ഞിട്ട് നമുക്ക് നടക്കാം, വാക്കിംഗ് ചെയ്യാം. നല്ല ടൈൽസൊക്കെ വിരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ ചേട്ടൻ പറയണതേ ചാള മാത്രമേ കിട്ടാനില്ല എന്ന് പറയണ, അയില മാത്രമേ കിട്ടണത്. വെളുപ്പിന് 4 മണിയാകുമ്പോൾ പോകും. എത്ര പേര്? ഞങ്ങൾ 3 പേര് പോകും. അയിലാണ് ഇപ്പോഴത്തെ മെയിൻ. കുറഞ്ഞ പണി അങ്ങനെ ചാളില്ലല്ലോ മൊത്തത്തിൽ. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ചാളില്ല. കിലോമീറ്റേഴ്സ് കാറ്റാടി ചെടികൾ. കടല ആക്രമണം തടയാൻ വേണ്ടിയിട്ടാണ് കാറ്റാടി ചെടികൾ വെച്ചിരിക്കുന്നത്. ഇതേ അവിടെ 2 ചേട്ടന്മാര് ഇരിക്കുന്നില്ല. നമുക്കൊന്ന് സംസാരിച്ചിട്ട് വന്നാലോ? ഈ ചേട്ടൻ്റെ ജോലി തെങ്ങേറ്റാണ്. വലിയ മെച്ചമൊന്നും ഇല്ലാന്നാണ് ഈ ചേട്ടൻ പറയണത്. പറയാൻ പറ്റില്ല. തെങ്ങേറ്റം ഇങ്ങനെ സ്ഥിരമായിട്ട് കയറുന്നില്ലേ. മറ്റ് മാസം 2 മാസമൊക്കെ എത്തുമ്പോൾ കയറി. ഇപ്പോൾ 1.5 കൊല്ലം 2 കൊല്ലമൊക്കെ കയറിക്കാം. മുതലാളിക്കൊന്നും കിട്ടില്ല. കയറുന്നതിനും കൂലി കുറവാണ്. അമ്പോ പയൻസിൻ്റെ സ്കേറ്റിംഗ്
കിടിലൈൻഡില്ല. ഈ ഏരിയ മുക്കോമാർക്ക് പണിയെടുക്കാനും വിശ്രമിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ് അവർ പറഞ്ഞത്. ഞാൻ ചേട്ടന്മാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു. കലാപരിപാടിക്കുള്ള സ്റ്റേജും അവിടെ ഒരു ചെറിയ ഗാലറി കാണുന്നില്ല. നാട്ടുകാരായ ഈ ചേട്ടന്മാർക്ക് സ്വപ്നതീരം ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ട് ഇരിക്കുക. എല്ലാ ദിവസവും ഇവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. ഫ്രണ്ട്സ്, സ്വപ്നതീരം സൂപ്പറാണ്, ബ്യൂട്ടിഫുൾ ആണ്. ബൈ ബൈ, സൈനിങ് ഓഫ് ദേവാനന്ദ്. ബൈ ബൈ.